ഇന്ന് ഉണക്കച്ചെമ്മീൻ പരിപ്പ് വെച്ച് വ്യത്യസ്തമായ രീതിയിലൊരു ഉണക്കച്ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഉണക്കച്ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനായി തൊലി കളഞ്ഞുണക്കിയ ഉണക്കച്ചെമ്മീൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയെടുത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും, ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതിൽ ചേർക്കാനായി 5 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഈ തക്കാളിക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടി ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ പരിപ്പൊന്ന് വറുത്തെടുക്കാം. അതിനായി നല്ലെണ്ണ പാനിലൊഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എണ്ണ ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ പരിപ്പ് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഇത് 2 ട്രിപ്പായി വറുത്തെടുക്കാം. ആദ്യം ഇട്ട ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതുകൂടെ ഇതുപോലെ വറുത്തെടുക്കാം. വേവാൻ വെച്ച തക്കാളിയാണേലും വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. തക്കാളി സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അച്ചാറിൽ നന്നായിട്ട് പൊങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എണ്ണ വരെ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടി വന്നാലുടൻ ഓരോ പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, അതോടൊപ്പം 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കളർ മാറാനൊന്നും നിൽക്കേണ്ട, വാടി വന്നാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം. 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇനി ഈ പൊടി വർഗ്ഗങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. ഇങ്ങനെ വേവിച്ച് ചേർക്കാതെ നേരിട്ട് തക്കാളി ഇതിലിട്ട് വേവിച്ചെടുത്താലും മതി. ഞാനിത് സെപ്പറേറ്റ് വേവിച്ചെടുത്തതേ ഉള്ളൂ. എങ്ങനെ വേണേലും ചെയ്യാം. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞതും കൂടാണ് ഈ ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മസാല കിടന്ന് തിളച്ച് മിക്സ് ആയിട്ട് വരട്ടെ. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് ഉലുവയും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ തക്കാളിയും വാളംപുളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പുളി നോക്കിയിട്ട് അതനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അവസാനം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്ന് വ്യത്യസ്തമായി തക്കാളിയും വാളംപുളിയും വിനാഗിരിയൊക്കെ ചേർത്ത ഒരു അച്ചാർ ഇവിടെ റെഡിയായി. തക്കാളിയും വാളംപുളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എണ്ണ മേളിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ വേണമെങ്കിൽ അതിനനുസരിച്ച് എണ്ണ ചേർത്താൽ മതി. ഞാൻ അധികം എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 3 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.